സമാധാനം അകലെയോ പശ്ചിമേഷ്യയിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എങ്ങനെയാണ് ഇറാൻ വളരെ പെട്ടെന്നുള്ള തിരിച്ചടിയിൽ നിന്ന് സടകുടഞ്ഞെഴുന്നേറ്റത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ആ ടൈം ലൈൻ ഒന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാക്കുക ഇറാന്റെ സ്ട്രൈക്കിംഗ് കപ്പാസിറ്റി മാത്രമല്ല, ഇറാന്റെ ഉള്ളിൽ ഒരു അരാജകത്വം ഉണ്ടാവാതെ, വിമതർക്കിടം കൊടുക്കാതെ ഒരു ഭരണ സംവിധാനം പെട്ടെന്ന് എങ്ങനെയാണ് നേതാക്കളെല്ലാം കൊല്ലപ്പെടുന്ന ഘട്ടത്തിലും അടുത്ത നിര നേതാക്കളെ വെച്ചുകൊണ്ട് ഇറാൻ പ്രതിരോധിച്ചത് എന്നത് നോക്കൂ. ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കൊല ചെയ്യപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ നോക്കൂ, മാർച്ച് 1-ാം തീയതി ഖമേനി കൊല്ലപ്പെട്ടുവെന്ന് ട്രംപ് അറിയിക്കുന്നത് രാവിലെ 3 മണിക്കാണ്. 7 മണിയാകുമ്പോഴേക്കും അത് ഇറാൻ ടെലിവിഷൻ, സ്റ്റേറ്റ് ടെലിവിഷൻ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നീട് ഒന്നും ആലോചിക്കാതെ രണ്ടാമത്തെ അവരുടെ സുപ്രീം ലീഡറിനെ തീരുമാനിക്കുന്നു, IRGCയുടെ തലവനെ തീരുമാനിക്കുന്നു. വളരെ പെട്ടെന്ന് ഒരു ഇടക്കാല ഭരണസമിതിക്കുള്ള പ്രഖ്യാപനം വരുന്നു. അതായത് 7 മണിക്ക് ഇറാൻ ടെലിവിഷൻ സ്ഥിരീകരിച്ച് കേവലം 9 മണിക്കൂറിനുള്ളിൽ തന്നെ പുതിയ ഭരണസമിതിയും പുതിയ സംവിധാനവും ഇറാനിൽ നിലവിൽ വന്നു എന്നുള്ളതാണ്. അതായത് ഒരു ദിവസത്തിന്റെ പോലും ഇടവേള എടുത്തില്ല. കേവലം 9 മണിക്കൂർ കൊണ്ട് ഒരു ഇടക്കാല ഗവൺമെന്റിനെ രൂപീകരിക്കാൻ ഇറാന് സാധിച്ചു. ആ 3-അംഗ ഭരണസമിതിയിലുള്ളത് നോക്കൂ. ഗാർഡിയൻ കൗൺസിൽ അംഗമായ അയത്തുള്ള അലി റസ അറാഫി, ഇപ്പോൾ അയത്തുള്ള അലി ഖമൈനിക്ക് ശേഷം ആ സുപ്രീം ലീഡർ പദവിയിലേക്ക് വന്ന താൽക്കാലിക ചുമതലയുള്ള അയത്തുള്ള അലി റൈസ അറാഫി ഗാർഡിയൻ കൗൺസിൽ അംഗമാണ്, ആത്മീയ നേതാവാണ്. താൽക്കാലികമാണ് അദ്ദേഹത്തിന് ചുമതലയെങ്കിലും ഇനി ഇറാൻ കേൾക്കാൻ പോകുന്നത് അയത്തുള്ള അലി റൈസ അറാഫിയുടെ വാക്കുകളാണ്. അപ്പോൾ നയിക്കാനൊരു നേതാവായി മസൂദ് പസഷ്കിയാൻ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. മസൂദ് പസഷ്കിയാൻ പ്രസിഡന്റായി തന്നെ തുടരുന്നു. ഗുലാം ഹുസൈൻ മൊഹസിനി എന്ന ചീഫ് ജസ്റ്റിസ്, അവരുടെ ജുഡീഷ്യൽ കൗൺസിലിന്റെ തലപ്പത്തിരിക്കുന്ന ഗുലാം ഹുസൈൻ മൊഹസിനി, ഈ 3 പേരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കാൻ 9 മണിക്കൂറിനുള്ളിൽ ഇറാന് സാധിച്ചു എന്നത് മാത്രമല്ല, അവരുടെ സുപ്രീം ലീഡറായി താൽക്കാലികമായി അയത്തുള്ള അലി റസ അറാഫിയെ തീരുമാനിക്കുക കൂടി ചെയ്തിരിക്കുന്നു. ഇവിടെയാണ് പിയാസുനിൽ ഇറാന് എതിരെയുള്ള ആക്രമണം അമേരിക്കയോ ഇസ്രായേലോ വിചാരിച്ചതുപോലെ അത്ര എളുപ്പത്തിൽ ഇറാനെ വീഴ്ത്താൻ സാധിക്കില്ല എന്നുള്ളത്. അതായത് രാജാവിനെ വീഴ്ത്തുമ്പോൾ യുദ്ധം അവസാനിക്കുന്നു, പക്ഷേ ഇവിടെ ഒരു രാജാവിനെ വീഴ്ത്തുമ്പോൾ പുതിയ രാജകുമാരന്മാരുണ്ടാവുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി മജിദബായെ ഒരുപക്ഷെ സ്ഥിരം സുപ്രീം ലീഡറായിട്ട് തീരുമാനിച്ചേക്കാം. IRGSന് പാക് പോരിന് പകരം പുതിയ തലവൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ സമസ്ത മേഖലകളിലും 2-ാം നിര നേതൃത്വത്തെ ഫില്ല് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് ഇന്നലെ 6 രാജ്യങ്ങളിലാണെങ്കിൽ സ്മൃതി നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് 14 ഇടങ്ങളിലേക്കാണ് ഇറാൻ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. അത്ര എളുപ്പത്തിൽ ഇറാനെ വീഴ്ത്താൻ കഴിയുമോ പിയാസുനിൽ? കഴിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. രാജാവ് വീണാൽ പിന്നെ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ കൃത്യമായ പ്ലാനിംഗ് ഇറാന് മുമ്പിലുണ്ട്. അത് ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ നീക്കങ്ങളൊക്കെ മുൻകൂട്ടി ഇറാൻ കണ്ടിരിക്കാം. അതിന്റെ ഭാഗമായി കൃത്യമായി എങ്ങനെ തിരിച്ചടിച്ച് മുന്നോട്ട് പോകണം, എങ്ങനെ ഈ